ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മല്ലു സീരീസ് ചാനൽ പ്ലീസ് ബി മൈ ഫാമിലിയുടെ എപ്പിസോഡ് 12 റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് എപ്പിസോഡിൽ വന്ന് നമ്മുടെ സിലി പറയുകയാണ് അവളുടെ ബാഡ്ജ് എന്താണ് വിൽക്കാനായിട്ട് കൊടുക്കത്തില്ലെന്ന് പറയുകയാണ്. ഇന്നതിൽ കാണിക്കുന്നത് ഈ മറ്റേ ഹൈ ക്ലാസ് കസ്റ്റമർ ഉണ്ടല്ലോ, അവരുടെ പേര് മന്മൻ എന്നാണ്. മന്മൻ വന്ന് ഭയങ്കര ദേഷ്യത്തോടു കൂടി ഇറങ്ങി വരിക. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ സോങ് കയറി വരുന്നുണ്ട്. അപ്പോൾ സോങ് കയറി വന്നതാണ് സോങ് ഇച്ചിരി ഹാപ്പിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അവൾ ഓൾറെഡി ഒരു കണ്ടീഷൻ നമ്മുടെ യുവിൻ്റെ അടുത്ത് ഇട്ടിരുന്നല്ലോ. നമ്മുടെ സിലി വന്ന് അവളെ കൊണ്ട് എന്തെങ്കിലും വാങ്ങിപ്പിച്ചാൽ മാത്രം, ഈ മന്മനെ കൊണ്ട് എന്തെങ്കിലും വാങ്ങിപ്പിച്ചാൽ മാത്രമേ അവൾക്ക് ഞാൻ അവിടെ ജോലി കൊടുക്കുന്നു. അപ്പോൾ ദേഷ്യപ്പെട്ട് വരുമ്പോൾ നമ്മുടെ ഈ സോങ് ഇച്ചിരി ഹാപ്പിയാണ്. എന്നിട്ട് അവിടെയുള്ള അവരുടെ ഒരു മാനേജർ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ സിലിക്ക് ജോലി കൊടുത്ത്, അവരോട് ചോദിക്കുവാണെങ്കിൽ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സിലിയുടെ പെർഫോമൻസ് എന്ന്. അപ്പോൾ അവർ ഫ്ലാഷ് ബാക്ക് പറയുകയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഡ്ജ് അപ്പോൾ നമ്മുടെ സിലി പറഞ്ഞു കാണുമല്ലോ വിൽക്കത്തില്ലെന്ന്. അപ്പോൾ ഈ മന്മൻ എന്ന് പറഞ്ഞ ലേഡി പറയും എനിക്കിതിൻ്റെ ഡിസൈൻ നോക്കാനാണ്, ഒന്ന് ഊരിത്തരും ചോദിക്കുമ്പോൾ നമ്മുടെ സിലി ഊരി കൊടുക്കും. എന്നിട്ട് പറയണം നിനക്ക് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഡിസൈനിലൊക്കെ, നന്നായിട്ട് നീ ആ മോഡൽ. അപ്പോൾ നമ്മുടെ സിലി പറയും ഇല്ലില്ല. അപ്പോൾ ഈ മന്മൻ പറയും ഇല്ല, നീ ആ മോഡൽ കാണിച്ചും വളരെയധികം ഡിഫറെൻ്റ് ആയിരുന്നു, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, എനിക്ക് ഒരു ഡയമണ്ട് റിങ് വേണം, നീ അത് കസ്റ്റമൈസ് ചെയ്ത് തരാനായിട്ട് പറയണം. അപ്പോൾ നമ്മുടെ സോങ് എടുത്തോണ്ട് മന്മനോട് ചോദിക്കും പിന്നെ എന്തിനാ നീ ഇത്രയും ദേഷ്യപ്പെട്ടിങ്ങ് ഇറങ്ങി വന്നേ? അത് വേറെ ഒന്നുമല്ല, ഒറിജിനൽ ഡയമണ്ട് വന്ന് ഓൾറെഡി വിറ്റുപോയി, അപ്പം ഞാൻ ഇനി അത് പുതിയത് വർക്ക് ചെയ്ത് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടേ, എനിക്കാണെങ്കിൽ വെയിറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണെന്ന് പറയാം. അപ്പോൾ സോങ്ങിന് നമ്മുടെ സിലിന് വഴക്ക് പറയാനുള്ള ചാൻസ് പോയി. അപ്പോൾ അവൾക്ക് സങ്കടം വരുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുവാണ് നമ്മുടെ യുവിൻ്റെ സെക്രട്ടറി വന്ന് യുവിൻ്റെ അടുത്ത് പറയുവാണ് രണ്ട് ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ സിലി വഴക്കൊന്നും കേൾക്കാതെ അവൾ നമുക്ക് വെച്ച കണ്ടീഷനിൽ പാസ്സായി. സെക്കൻഡ് തിങ് വന്ന് നമ്മൾ ഓൾറെഡി ടിയാൻ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞു കാണുമല്ലോ ഞാൻ വന്ന വരവ് അറിയിക്കണമെന്നും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ മാവോനിങ് കമ്പനി വന്ന് ഫോറിനിലും അവരുടെ ബ്രാഞ്ചസും ഉണ്ട്. അപ്പോൾ അതിലുള്ള ഒരു ഇതായിട്ടുള്ള ടൈപ്പാണ് നമ്മുടെ ടിയാനുമായിട്ടുള്ളത്. ടിയാൻ ഫോറിൽ നിന്നാണ് എവിടെ വന്നിട്ടുള്ളത്, ചൈനയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവൻ വന്നിട്ടുള്ള വരവ് അറിഞ്ഞോടുകൂടി അവൻ ഇവിടെ എന്തെങ്കിലും പോസ്റ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് കമ്പൽസറി ആയിട്ടും പെർമനൻ്റ് ആയിട്ടും അവർക്ക് ആ ഒരു കമ്പനിയായിട്ട് ഈ ടിയാൻ്റെ ഇതായിട്ട് അവർക്ക് ഇത് ടച്ചപ്പ് വെച്ചിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ യു വന്ന് വിളിച്ച് സംസാരിക്കണം. അപ്പോൾ യുവിനെ വിളിക്കുന്ന സമയത്ത് ഇവൻ എന്താണ് ഒരു എന്നുവെച്ചാൽ വളരെ ഒരു ശോകം പിടിച്ചൊരു ഹോട്ടൽ എന്നൊക്കെ പറയത്തില്ലേ, അന്ന് നമ്മുടെ സിലി കൊണ്ടുപോയിട്ട് ഫുഡ് കഴിച്ചു, അതുപോലത്തെ വളരെ സിമ്പിളായിട്ടുള്ള ഹോട്ടലിൽ ഇരുന്നിട്ടാണ് അവൻ ഫുഡൊക്കെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ യു വിളിക്കുന്ന സമയത്ത് ഇവൻ എടുത്തുകൊണ്ട് പറയുവാണ് എനിക്ക് നിങ്ങളുടെ കമ്പനിയിൽ വന്ന് ചേരുന്നതിന് കുഴപ്പമില്ല, മീൻസ് ചൈനയിലുള്ള കമ്പനിയിൽ വന്ന് ചേരുന്നതിന് കുഴപ്പമില്ല, അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് പുതുക്കും ചെയ്യാം, പക്ഷേ എങ്കിൽ എനിക്ക് മാർക്കറ്റിംഗ് ഡയറക്ടറിൻ്റെ പോസ്റ്റ് തന്നെ വേണമെന്ന് പറയണം. അപ്പോൾ യു പറയണം അയ്യോ അത് മാർക്കറ്റിംഗ് ഡയറക്ടറിൻ്റെ പോസ്റ്റിൽ ഓൾറെഡി ഒരാളുണ്ട്, ആൾ കുറേ വർഷമായിട്ട് നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്നതാണ്, ഭയങ്കര വിശ്വസ്തനാണ്, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്, അയാളെ എങ്ങനെയാണ് ഞാൻ മാറ്റുന്നത്, സോ വേറെ ഏതെങ്കിലും പോസ്റ്റ് ചോദിക്കാൻ പറയുന്ന സമയത്ത് ഇത് നമ്മുടെ ടിയാൻ ഇഷ്ടപ്പെടത്തില്ല. ടിയാൻ വന്ന് ഫോൺ വെച്ചിട്ട് പോകണം. അപ്പോൾ യുവിനൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് കഴിഞ്ഞിട്ട് ഉടനെ യുവിന് നമ്മുടെ സിലിയുടെ മെസ്സേജ് വരുവാണ് ഇവൾക്ക് മനസ്സിലായല്ലോ സോങ്ങിൻ്റെ കമ്പനിയാണ്. അപ്പോൾ അവൾ ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ യു ആയിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറിയിട്ട് യുവിനെ മീറ്റ് ചെയ്യണമെന്ന് പറയണം. അപ്പോൾ യു വന്ന് നമ്മുടെ സിലിയെ മീറ്റ് ചെയ്യാനായിട്ട് പോകാം. അപ്പോൾ സിലി വന്ന് പറയുവാണ് സോറി ഞാൻ അന്ന് നിന്നെ തെറ്റിദ്ധരിച്ചു, കാരണം വെച്ചാൽ നീ എൻ്റെ അടുത്ത് ഈ ജോലിക്ക് ഇവിടെ വരണ്ട, ബ്രഹ്മ കമ്പനിയിൽ വരണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടായിരുന്നു, ഞാൻ മനസ്സിലാക്കിയില്ല, സോറി എന്ന് പറയുന്ന സമയത്തും നമ്മുടെ യു പറയും നിനക്ക് പ്രശ്നം വരണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞ വേറെ ഒന്നും അല്ലെന്ന് പറയും. അപ്പോൾ സിലി എന്താണ്ട് പറയുമ്പോൾ നമ്മുടെ യുവിന് ഭയങ്കര തിരക്കായിട്ട് പോകേണ്ടി വരും. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന നമ്മുടെ ടിയാൻ കാണും. അപ്പോൾ ടിയാന് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. ടിയാൻ ആലോചിക്കും ദൈവമേ ഇവർ കപ്പിൾസ് ആണോ, അവസാനം ഈ സിലിയുടെ ലൈഫിൽ നീ തന്നെയാണോ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് സങ്കടവും വരുന്നുണ്ട്, അതുപോലെ തന്നെ ദേഷ്യവും വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സിലി വന്ന് വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് പിള്ളേരുടെ റൂമിൽ വരുന്ന സമയത്ത് അവൾക്കൊരു സംഭവം പറയുകയാണ് മാസ്റ്റർ ലോങ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാൾ ഒരു ഈ ഡിസൈനറാണ്, ഈ ജ്വല്ലറിയൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആളാണ്, ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ചൈനയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ജ്വല്ലറി ഡിസൈനർ എന്ന് വെച്ചാൽ അയാളാണ്. അപ്പോൾ നമ്മുടെ സിലിയുടെ റോൾ മോഡലാണ് അയാൾ, അതുകൊണ്ട് തന്നെ അവൾക്ക് വന്നിട്ട് ഭയങ്കര ആരാധന അയാളോട്. അപ്പോൾ അയാളുടെ ഒരു എക്സിബിഷൻ നടപ്പുണ്ട് ഇവരുടെ ആ ഒരു കമ്പനിയുടെ അടുത്ത്. അപ്പോൾ അവൾക്കിത് പോയി കാണണമെന്നുണ്ട്, പക്ഷെ എത്രയൊക്കെ നോക്കിയിട്ടും ആ ഒരു ടിക്കറ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവളിത് ഫോണിൽ സംസാരിക്കുന്ന കേട്ടിട്ട് നമ്മുടെ കുട്ടിച്ചെറുക്കൻ പറയണം അപ്പോൾ അമ്മയ്ക്ക് പപ്പയേക്കാൾ കൂടുതൽ ഇഷ്ടമുള്ള ആൾ വേറെ ഉണ്ടല്ലേ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ യു കയറി വരുന്നത്. യുവിൻ്റെ അടുത്ത് കുട്ടിച്ചെറുക്കൻ പറയാം പപ്പ കേട്ടോ അമ്മയ്ക്ക് പപ്പയേക്കാൾ കൂടുതൽ ഇഷ്ടം ഈ ലോങ് എന്ന് പറയുന്ന ആളെന്ന്. അപ്പോൾ ഇവളിങ്ങനെ ഒരുമാതിരി നോക്കുക കേട്ടോ നമ്മുടെ യു. അപ്പോൾ പറയില്ല ഇയാൾ വന്ന് ജ്വല്ലറി ഡിസൈനർ ആണെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ യു ഇച്ചിരി ഓക്കെ ആവുകയാണ്. അപ്പോൾ യുവിന് മനസ്സിലാവും ഇവൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ലെന്ന്. എന്നിട്ട് ഇവള് പറയാണ് പിള്ളേർക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവളവിടെ നിന്ന് പോകുന്ന സമയത്ത് യു വിളിച്ചിട്ട് എങ്ങനെയൊക്കെയോ ആ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നമ്മുടെ സിലിയുടെ വാട്സപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവനിത് നോക്കിയിരിക്കും കേട്ടോ. അവൾ ഇപ്പോൾ കാണുമെന്ന് പറഞ്ഞിട്ട് അരമണിക്കൂറിന് മേലെയായിട്ട് അവൾ കാണുന്നില്ല. എന്നിട്ട് ഇവനാണെങ്കിൽ ക്ഷമയില്ലാതെ അവൾ എടുത്തിട്ട് ഫോണിൽ അവൾ
ഉണ്ടോ എന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് അവൾ വേഗം ഓടി പടഞ്ഞ് വന്നിട്ട് പറയും, നിങ്ങൾക്ക് എങ്ങനെ ടിക്കറ്റ് കിട്ടിയെന്ന് ചോദിക്കുക. അപ്പോൾ ഈ വേഗം ഫോണൊക്കെ തറയിൽ വെച്ചിട്ട് പറയും, അത് ഞാൻ ഒരു കോൾ ചെയ്തു അപ്പോൾ എനിക്ക് ടിക്കറ്റ് കിട്ടി. വളരെ സിമ്പിളായ പോലെ അവനങ്ങ് പറയും കേട്ടോ. അവൾ മുന്നിൽ ഇച്ചിരി എന്താ പറയുന്നത്, ഇച്ചിരി സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നത്. അപ്പോൾ അവൾ പറയും, താങ്ക് യു സോ മച്ച്, എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ അത്ര എക്സൈറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവൻ ചോദിക്കും താങ്ക് യു മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ അവൾ പറയും ശരി എന്നാൽ ഈ ഫ്രൂട്ട്സ് വെച്ചെന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് വെച്ചിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഇങ്ങനെ ആക്ഷൻ കാണിക്കും, അവന് വാരി കൊടുക്കാൻ കേട്ടോ. അവൾക്ക് ആദ്യം മനസ്സിലാത്തില്ല, പിന്നെ ഇങ്ങനെ കുറേ കാണുമ്പോൾ ഇവൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവള് ഒരുമാതിരി എംബാരസ്ഡ് ആയിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്, വാരി കൊടുക്കത്തില്ല. അപ്പോൾ നമ്മുടെ പറയുകയാണെങ്കിൽ ഇവൾക്കൊരു മനസാക്ഷി ഇല്ലാത്തവളാണല്ലോ ഇവളെന്ന്. ഇത് കഴിഞ്ഞിട്ട് കാണിക്കുകയാണ് നമ്മൾ ടിയാനാണെങ്കിൽ ഒരു ജിമ്മിനകത്ത് പഞ്ചിങ് ബാഗ് ഇല്ലേ, അതിലങ്ങ് പഞ്ച് ചെയ്തിട്ട് അവൻ്റെ ദേഷ്യം എല്ലാം തീർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവ ആലോചിക്കുവാണ് സീലിയെയും യുവിനെയും ഒരുമിച്ച് കാണുന്നത്. മാത്രമല്ല നമ്മുടെ യുവിൻ്റെ പാസ്റ്റിൽ എന്താ പറയുന്ന ഒരു പെണ്ണിൻ്റെ കൂടെ ഭയങ്കര ഹാപ്പിയായി ചിരിച്ച് കളിച്ച് സംസാരിച്ച് നമ്മൾ യു വരികയാണ്. എന്നിട്ട് ആലോചിക്കുകയാണ് നിൻ്റെ ഈ ചിരിയിൽ എല്ലാവരും മയങ്ങുമല്ലേ, നിനക്ക് നോക്കിക്കോ, നീ ഇതിനെല്ലാം നീ വില തരേണ്ടി വരും, പണ്ടുണ്ടായ എല്ലാ കാര്യത്തിനും വില തരേണ്ടി വരും എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് ഉടനെ നമ്മൾ ടിയാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് മാർക്കറ്റിംഗ് ഡയറക്ടറിൻ്റെ പോസ്റ്റ് വേണമെന്ന് പറഞ്ഞില്ല. അതിനുവേണ്ടി ഇവരെ കമ്പനിയിലുള്ള വേറെ ആർക്കും വേണ്ടി ഇവൻ സീക്രട്ടായിട്ട് മെസ്സേജ് അയച്ചിട്ട് ആ കമ്പനിയിൽ പോസ്റ്റ് എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പ്ലാൻ ചെയ്യുവാണ്. അത് കഴിഞ്ഞ് പിറ്റേന്ന് കാണിക്കുവാണ് നമ്മുടെ എക്സിബിഷൻ. നമ്മുടെ സിരി വന്നിട്ട് അവിടെയുള്ള ജ്വല്ലറി ഡിസൈൻസ് എല്ലാം നോക്കിയിട്ട് എന്താ പറയുന്നത്, ഈ ഒരു മാസ്റ്റർ ലോങ് എന്ന് പറയുന്ന ആളുടെ വലിയൊരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയാളുടെ കൂടെ സെൽഫി എടുക്കാൻ പറ്റത്തില്ല, അവൾക്ക് നേരിട്ട് അറിയത്തില്ല. അതുകൊണ്ട് ആ ഫോട്ടോയുടെ കൂടെ സെൽഫി എടുക്കാമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ടിയാൻ കയറിയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇവൾ ആദ്യം പേടിക്കും കേട്ടോ ഫോട്ടോയിൽ, മറ്റേ ഫോണിൽ കാണുമ്പോൾ. അത് കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ ടിയാൻ്റെ അടുത്ത് പറയും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇയാളെ കണ്ടിട്ടാണ് ഞാൻ ഹൈസ്കൂൾ മുതൽ ഈ ഒരു ജ്വല്ലറി ഡിസൈൻ എനിക്ക് ഇൻട്രസ്റ്റ് വന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് ടിയാൻ പറയും നിനക്ക് ഇയാളെ നേരിട്ട് കാണണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഭയങ്കര ഹാപ്പി ആവുക. ഇങ്ങനെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് ടിയാൻ പറയും എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് അയാൾ, ഞാൻ വേണമെങ്കിൽ നിനക്ക് പരിചയപ്പെടുത്തി തരാം, നീ എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ ചോദിച്ചോളാൻ പറയും. അപ്പോൾ നമ്മൾ സിലി ആണെങ്കിൽ തറയിലും അല്ല മുകളിലും അല്ല, നമ്മളാണെങ്കിൽ നമ്മുടെ റോൾ മോഡലിനെ കണ്ടാൽ നമുക്ക് അങ്ങനെ തന്നെയല്ലേ ആ ഒരു ഫീലിങ്സ് അല്ലേ. അപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ടിയാൻ തന്നെ ഫോട്ടോയൊക്കെ എടുത്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഇവർക്ക് സംസാരിക്കാനുള്ള അവസരമൊക്കെ ഒരുക്കി കൊടുക്കാം. ഇവർ പുറത്ത് വന്നിട്ട് നമ്മൾ ടിയാനെ എന്താ പറയുക താങ്ക് യു ഒക്കെ പറയാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുക ഇവളെ പിക്കപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ യു വന്ന് കാണും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യുവിൻ്റെ അടുത്ത് തലേന്ന് നമ്മൾ ചോദിച്ച് കാണും നിങ്ങൾ വരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ യു പറഞ്ഞു കാണും എനിക്ക് ഭയങ്കര ബിസി ആണെങ്കിൽ പിക്കപ്പ് ചെയ്യാൻ വരാമെന്ന്. അതുപോലെ തന്നെ ടൈമിങ്ങിന് എന്താ പറയുന്നത് യു പിക്കപ്പ് ചെയ്യാൻ വന്നിട്ട്. അപ്പോൾ യുവിനാണെങ്കിൽ ടിയാൻ്റെ കൂടെ സംസാരിക്കുന്നത് കാണുമ്പോൾ ഏതോ ഒരു ചെറുക്കൻ്റെ അടുത്ത് സ്ട്രേഞ്ചർ ചെറുക്കൻ്റെ അടുത്തല്ല സംസാരിക്കും, ഭയങ്കര ദേഷ്യം വരും കേട്ടോ. എന്നിട്ട് ഇവിടെ വേഗം കാറിൽ കയറ്റി പോകും. അപ്പോൾ കാറിൽ കയറ്റി പോകുന്ന സമയത്ത് ഇവൾ പറയും ഇതിനൊക്കെ ഞാൻ താങ്ക് യു പറയേണ്ടത് അവനാണെന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ യു വിചാരിക്കുക അവനെയാണ്. അപ്പോൾ നീ ആരെയാണെന്ന് ചോദിക്കുന്നത് എൻ്റെ ഫ്രണ്ട് അവിടെ വെച്ച് കണ്ടില്ല അവനെയാണ്. അപ്പോൾ യുവിന് ഇച്ചിരിയും കൂടി അങ്ങ് ദേഷ്യം വരും. അവനാണെങ്കിൽ കുശുമ്പും പൊസസീവ്നെസ്സും എല്ലാം കൂടി അങ്ങ് എന്താ പറയുന്ന ആ ഒരു ലെവലിൽ നിൽക്കും അവൻ. അതുപോലെ തന്നെ ഇവൾ പറയും അവൻ വന്നില്ലായിരുന്നെങ്കിൽ മീൻസ് നമ്മൾ ടിയാൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് അയാൾ നേരിട്ട് പോലും കാണാൻ പറ്റത്തില്ലായിരുന്നു, അവൻ എനിക്ക് എന്ത് നല്ല ഹെൽപ്പാണ് ചെയ്തത്, അവൻ ഇനി താങ്ക് യു ഒക്കെ പറയണം. മാത്രമല്ല അവൻ എടുത്തുന്ന ഫോട്ടോ ചെയ്ത് ഇതൊക്കെ എനിക്ക് വലിയ ഫ്രെയിമായിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെക്കണം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എടുത്തോണ്ട് യു പറയേ എന്തിനാ ഫ്രെയിമൊക്കെ ആക്കുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ സിലിക്ക് അതെന്താ, അതോ നീ നിൻ്റെ മുഖം ഒന്ന് കണ്ണാടി നോക്കും, നിനക്ക് ഒരു ഫോട്ടോ ഫീസ് എന്ന് പറഞ്ഞ സാധനമില്ല, നീ അത് വെക്കാതിരിക്കുന്നത് ഒരു വൃത്തിയും കാണത്തില്ല പറയാം. അപ്പോൾ സിലി അത് അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് സിലി അങ്ങ് നോക്കുവാണത്. എന്നിട്ട് അന്ന് രാത്രി കാണിക്കണം നമ്മൾ യു ആണെങ്കിൽ ആകെ മൂടൗട്ടാട്ടെ, കാരണം ടിയാൻ്റെ കൂടെ നമ്മുടെ സിലിയെ കണ്ടില്ലേ. അപ്പോൾ അവനങ്ങ് ഭയങ്കര സങ്കടം മാത്രമല്ല അവനാണെങ്കിൽ നല്ല കുശുമ്പ്, സത്യം പറഞ്ഞാൽ അതാണ് മെയിൻ കാരണം. അപ്പോൾ ഇവൻ എന്ത് വെച്ചാൽ സാധാരണ അവൻ ബെഡിലല്ലേ കിടക്കുന്ന, നമ്മുടെ സിലി വന്ന് മറ്റേ ഈ ഒരു സോഫ പോലെയുള്ള സംഭവത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അന്ന് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം കയറിയിട്ട് നമ്മുടെ യു വന്നിട്ട് അവൾ കിടക്കുന്ന സോഫയിൽ കിടക്കും കേട്ടോ. അപ്പോൾ സിലി വരുന്ന സമയത്ത് ചോദിക്കും അല്ല ഞാനല്ലേ സോഫയിൽ കിടക്കണം, നിങ്ങൾ കട്ടിലല്ലേ കിടക്കുന്ന സമയത്ത് പറയും എനിക്ക് ഈ എ സിയുടെ തണുപ്പ് ഇന്ന് പറ്റുന്നില്ല അതുകൊണ്ടാണെന്ന് പറയും. സിലി പറയാം എന്നാൽ ശരി ഞാനിവിടെ കിടന്നോന്ന് പറഞ്ഞിട്ട് സിലി അവിടെ ഇരുന്നിട്ട് എന്താ പറയുന്നത് നമ്മുടെ ഈ മറ്റേ ടിയാന് മെസ്സേജ് അയക്കുക താങ്ക് യു പറയാൻ. അവിടെ വെച്ച് താങ്ക് യു പറയാൻ പറ്റില്ല, അപ്പോൾ മെസ്സേജ് അയക്കുക കേട്ടോ. ഇത് നമ്മുടെ യു കാണും. യുവിനാണെങ്കിൽ ഭയങ്കര ദേഷ്യമായിട്ട് അവൻ തിരിഞ്ഞ് കിടന്നിട്ട് ഒരു ബുക്കോ നമ്മുടെ ടീച്ചറെ നമ്മുടെ എന്താ പറയുന്നത് സെക്കൻഡ് ഹീറോ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് അന്ന് അവളുടെ ടീച്ചറുടെ 28th ബർത്ത്ഡേ 28ാമത്തെ ബർത്ത്ഡേ. അപ്പോൾ 28 ഗിഫ്റ്റ് ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് കേട്ടോ. എന്നിട്ട് പറയും ഇവൻ്റെ പ്രണയം അവൻ പ്രപ്പോസ് ചെയ്യുവാണ്, നല്ല എന്താ പറയുന്നത് ഒഫീഷ്യലി പ്രപ്പോസ് ചെയ്യുന്ന പോലെ ഇച്ചിരി നല്ല ഒരു ഡിഫറെൻറ്റ് വേയിൽ പ്രപ്പോസ് ചെയ്യുകയാണ്. പക്ഷേ എങ്കിൽ ഇത് കണ്ടപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് ടീച്ചർക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് പാസ്റ്റ് അവളുടെ എക്സ് ലവർ ഉണ്ടായിരുന്നല്ലോ അവനാലോചിക്കുക അവന് ഇതേപോലെ തന്നെ ഇവളുടെ 22ാമത്തെ ബർത്ത്ഡേക്ക് 22 ഗിഫ്റ്റ് കൊടുത്തിട്ട് ഇവളെ പ്രപ്പോസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതാലോചിക്കും ഇതെല്ലാം കൂടി അവൾക്ക് പ്രാന്ത് വന്നു, ഇവൾക്ക് കണ്ണൊക്കെ നിറഞ്ഞ് ഇവൾക്ക് അങ്ങ് സങ്കടം, പഴയ മുറിവ് പിന്നെയും ആ മുറിവിൽ ഇങ്ങനെ തൊട്ട് നോക്കുന്ന പോലത്തെ ഒരു അവസ്ഥ അവൾക്ക്. അപ്പോൾ ഇവൾ പറയും ഞാൻ അന്ന് കുടിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കേട്ടിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇവനോട് ചൂടാവുക. അന്ന് നീ പിയാനോയുടെ പ്രശ്നം ഉണ്ടാക്കി ഇന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി നീ എനിക്കൊരു മനസ്സമാധാനം തരത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് ചൂടായിട്ട് ഇവൾ അങ്ങ് ഇറങ്ങിപ്പോവാം. അപ്പം നമ്മുടെ എന്താ പറയുക
പറയുന്നത് സെക്കൻഡ് ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഇവൾ എന്തിനാ ചൂടായിട്ട് പോകുന്നതെന്ന്. എന്നിട്ട് ഇവൻ അങ്ങ് ഭയങ്കരമായിട്ട് മൂഡൗട്ടോ, ഇവൾക്ക് എന്തൊരു മനസ്സാക്ഷിയില്ല, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഇവൾ എന്തെന്നെ മനസ്സിലാക്കാത്തതെന്ന് പറഞ്ഞ് സെക്കൻഡ് ഹീറോ അങ്ങ് സാഡായി നിൽക്കുക. ഇത് കഴിഞ്ഞ് കാണിക്കുവാണ് നമ്മുടെ യു ആണെങ്കിൽ ഉറക്കത്തുന്നുണ്ടല്ലോ ബാത്റൂമിലെല്ലാം പോയിട്ട് അവൻ തിരിച്ചു വന്ന് കിടക്കുന്നത് എന്താ പറയുന്നത്, അവൻ സാധാരണ ബെഡിലല്ലേ കിടക്കുന്നത്, ആ ഒരു ബോത്തിൽ വന്ന് ബെഡിൽ കിടന്നിട്ട് നമ്മുടെ എന്താ പറയുന്നത് സിലിയെ കെട്ടിപ്പിടിക്കുക കേട്ടോ. അങ്ങനെ ഇവരിങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് സിലി എണീക്കുക, കാരണം ആരെ കെട്ടിപ്പിടിക്കുന്ന അറിയത്തില്ല. അവൾ ഇങ്ങനെ എണീറ്റ് പോകുന്ന സമയത്ത് യു ആണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. അപ്പോൾ യുവിൻ്റെ അടുത്ത് എന്താ പറയുന്നത്, അവൾ പറയണമെന്ന് ശരി ഞാൻ സോഫയിൽ കിടക്കാം, നിങ്ങൾ ഇവിടെ കിടക്കുന്നതെന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് യു പറയും വേണ്ട വേണ്ട, അവൻ ഉറക്കത്തിന് എണീറ്റ് പറയും ഞാൻ തന്നെ പോയിട്ട് കിടന്നോളാം പറഞ്ഞിട്ട് അവൻ എണീറ്റ് പോയിട്ട് സോഫയിൽ കിടക്കുക. സോഫയിൽ കിടന്നിട്ട് സിലി എടുത്ത് പറയണം പിന്നെ ഇനി നിനക്ക് എന്തെങ്കിലും എക്സിബിഷൻ കാണാൻ പോകണമെങ്കിൽ എൻ്റെ അടുത്ത് നേരത്തെ കൂട്ടി പറയണം, ഞാൻ എൻ്റെ ഷെഡ്യൂളെല്ലാം മാറ്റി വെച്ച് നിൻ്റെ കൂടെ വന്നോളാം. പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ ബുക്ക് ചെയ്തോളാം, നീ ഒറ്റയ്ക്കൊന്നും പോകാൻ നിൽക്കണം, ഞാൻ നിൻ്റെ കൂടെ വന്നോളാം, നിന്നെ പിക്ക് ചെയ്തോളാം എന്നൊക്കെ പറയണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുവിനാണെങ്കിൽ ഓൾറെഡി ടിയാൻ ഇവളുടെ കൂടെ കണ്ടല്ലോ, ഇനി അവനെങ്ങാനും ഇവളെ ലൈഫിൽ വന്ന് ഇനി എന്തെങ്കിലും ഇവർ തമ്മിൽ റിലേഷൻ ആയാലോ എന്നുള്ള ഒരു ടെൻഷനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ യു ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നുവെച്ചാൽ അവനങ്ങ് കുശുമ്പ് കൊണ്ട് നിൽക്കാൻ വയ്യ നമ്മുടെ യുവിന് സത്യം പറയാൻ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ പിറ്റേ ദിവസം എന്താ പറയുക, സിലിയ ഓൾറെഡി സെക്കൻഡ് ഹീറോ കോൾ ചെയ്ത് കാണും, മീറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. അങ്ങനെ മീറ്റ് ചെയ്ത് സംസാരിക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ സെക്കൻഡ് ഹീറോ ഈ നടന്ന കാര്യങ്ങളെല്ലാം പറയാം. പിയാനോൻ്റെ കാര്യം ഉണ്ടായില്ലേ മറ്റേ ബാറിൽ വെച്ചിട്ട്, അത് ഇപ്പോൾ 28ാമത്തെ ബർത്ത്ഡേക്ക് നടന്ന സംഭവം, ഇതെല്ലാം പറയും കേട്ടോ. എന്നിട്ട് മറ്റേ സിലിയുടെ അടുത്ത് ചോദിക്കുവാണ്, ഞാൻ അവളെ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത്, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അവളെ ഞാൻ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യാനും പോകുന്നില്ല, നിങ്ങൾ ആരും പറഞ്ഞാലും ഞാൻ ഗീവ് അപ്പ് ചെയ്തിട്ട് ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുമെന്ന് പറയാം. അപ്പം നമ്മുടെ സിലി പറയുവാണ് ഓക്കെ എന്നാൽ വേറെ ഒന്നുമല്ല നടന്ന കാര്യങ്ങളെല്ലാം പറയാം, എക്സ് ലവറിൻ്റെ കാര്യങ്ങളും അവനും ഇതുപോലെ തന്നെയാണ് പ്രപ്പോസ് ചെയ്ത കാര്യവും, അതുപോലെ അവൻ നല്ലൊരു മ്യൂസീഷ്യനായിരുന്നു, പിയാനോ വായിക്കുമായിരുന്നു, ഗിറ്റാർ വായിക്കുമായിരുന്നു, അതുകൊണ്ടൊക്കെയാണ് അവൾക്കിത് പിന്നെയും അത് ഓർമ്മ വന്നതെന്ന്. അപ്പം നമ്മുടെ സെക്കൻഡ് ഹീറോ പറയുന്നത് നിനക്ക് വിരോധം ഇല്ലെങ്കിൽ മീൻസ് സിസ്റ്റർ ഇൻ ലോയ്ക്ക് വിരോധം ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് കാര്യം പറയാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് സിലി വിചാരിക്കുകയാണ് ഇവന് ഇത്രയും സ്നേഹിക്കുന്നില്ല അവളുടെ കാര്യം പറയാമെന്ന് വെച്ചിട്ട് ആ കാര്യം തന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഓൾറെഡി നമ്മുടെ ഈ മറ്റേ ടീച്ചറും അതുപോലെ തന്നെ മറ്റേ അവളുടെ എക്സ് ലവറും തമ്മിൽ സ്നേഹിക്കുന്നത് എക്സ് ലവറിന് വീട്ടിൽ ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ വീട്ടുകാർ ഒട്ടും സപ്പോർട്ടല്ല, ഇതിനെ എതിർപ്പായിരുന്നു. എന്നിട്ട് പോലും നമ്മുടെ എന്താ പറയുന്നത് ഇവൾ അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഇവർ ഒരു കല്യാണത്തിന് ഡേറ്റും ഫിക്സ് ചെയ്ത് എന്താ പറയുക രജിസ്റ്റർ ചെയ്യുന്ന ദിവസം ഇവൾ മറ്റേ കല്യാണം കഴിക്കാൻ ഡ്രസ്സൊക്കെ ഒരുങ്ങി വന്ന് ഇരിക്കുവാണ്. എന്നിട്ട് അവിടെ വെച്ച് വിളിക്കുന്ന സമയത്ത് ഇവനായിട്ടൊരു കോൺടാക്റ്റിൽ ഇന്ന് വരെ അവൻ എവിടെയാണോ മരിച്ചിട്ടുണ്ടോ ജീവിച്ചിട്ടുണ്ടോ എന്ന് പോലും ഒരാൾക്കും അറിയത്തില്ല, അത്രയും ആ ഒരു ചെറുക്കൻ്റെ ഒരു കോൺടാക്റ്റിൽ. അതുകൊണ്ടാണ് അവൾക്ക് ഈ ആണുങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ ഇഷ്ടമില്ലാത്ത, അതുകൊണ്ട് ഈ ലവ് എന്നൊന്നും പറയുമ്പോൾ വിശ്വാസമില്ലാത്തെന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ഹീറോയ്ക്ക് നല്ല സങ്കടം വരുന്ന അവളുടെ സ്റ്റോറി കേട്ടിട്ട്. സെക്കൻഡ് ഹീറോ പറയാണ് അവൻ ഇത്രയും ക്രൂരനാണ്, ഇത്രയും നല്ലൊരു പെണ്ണിനെ കളഞ്ഞിട്ട് പോകാൻ അവൻ ഇങ്ങനെ തോന്നിയെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങ് ഇമോഷണലാവുകയാണ്. എന്നിട്ട് അപ്പോൾ നമ്മുടെ സിലി പറയുകയാണ് ഇനി അവളെ മാറ്റിയെടുക്കുന്ന ഒരേ വഴിയുള്ളൂ, അവളുടെ ആ പഴയ മുറിവ് മാറ്റിയെടുക്കണമെങ്കിൽ നീ അവൾക്ക് അത്രയും കെയറും അറ്റൻഷനും കൊടുത്തു നോക്ക്, എന്തുമായാലും അവൾ ശരിയാവാതിരിക്കത്തില്ലെന്ന് പറഞ്ഞ് സിലിയും ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ രീതിക്ക് എന്താ പറയുന്നത് അവളെ നന്നായി ജീവിച്ചോട്ടെ, കാരണം സെക്കൻഡ് ഹീറോ ഇതാക്കിയിട്ട് ജീവിക്കുന്നില്ലേ. അപ്പോൾ സെക്കൻഡ് ഹീറോ ഒരു കാര്യം പറയും, എത്രത്തോളം ഹീറോ നിങ്ങളെ സ്നേഹിക്കുന്നു അതേപോലെ ഞാൻ എന്താ നമ്മൾ ടീച്ചറെ സ്നേഹിച്ചോളാം. അപ്പോൾ എടുത്തോളം സിലിക്ക് ദേഷ്യം വരും കേട്ടോ, നീ കള്ളമൊന്നും എൻ്റെ അടുത്ത് പറയണ്ട, നിങ്ങൾ അന്ന് സംസാരിച്ചൊക്കെ അന്ന് ആ മാരേജ് ഇല്ലാണെന്നില്ല ഗ്രാമത്തിൽ വെച്ച്, അപ്പോൾ അതെല്ലാം ഞാൻ കേട്ടായിരുന്നു, ഞാൻ വാതിലിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഹീറോ ഇത് ഫേക്ക് മാരേജ് എന്നുള്ള കാര്യമൊക്കെ നിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമൊക്കെ എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാമെന്ന് പറയാം. അപ്പോൾ എടുത്തോണ്ട് സെക്കൻഡ് ഹീറോ പറയാണ് അയ്യോ നിങ്ങൾ തെറ്റിദ്ധരിച്ചെന്നാണ് തോന്നുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയൊന്നും കേട്ടില്ലെന്നും പറഞ്ഞിട്ട് വേറെ എന്തോ ഒരു രഹസ്യം നമ്മുടെ എന്താ സിലിയുടെ അടുത്ത് പറയുന്ന സീനോട് കൂടിയാണ്, എന്തോ ഒരു ട്രൂത്ത് റിവീൽ ചെയ്യുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, എന്ത് ട്രൂത്താണ് റിവീൽ ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മുടെ സിലിയോട് നമ്മുടെ യുവിന് വല്ല ഇഷ്ടമുണ്ടോ എന്നെല്ലാം നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. Bye bye.